എല്ലാവർക്കും നമസ്കാരം. മാത്സ് നമുക്ക് നാലാമത്തെ പ്രോബ്ലം നോക്കാം. Prove that the lengths of the perpendiculars from any point on the bisector of an angle to the sides are equal. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ ഇപ്പോൾ അതൊരു 60 ഡിഗ്രി എന്ന് വിചാരിച്ചു. ഒരു ആംഗിൾ വരച്ചു നമ്മൾ ABC എന്ന് പറയുന്ന ആംഗിൾ. ഇനി ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കാം. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ കൃത്യ സെന്ററിൽ കൂടെ പോകണം അല്ലെ. അപ്പൊ കൃത്യ സെന്ററിൽ കൂടെ പോകുമ്പോൾ ഇത് ഇപ്പൊ ഒരു 60 ആണെങ്കിൽ 30 വീതം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. അതാണ് ആംഗിൾ ബൈസെക്ടർ. അങ്ങനെ ആംഗിൾ ബൈസെക്ടർ വരച്ചു. ഇതിന് ഇവിടെ നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. ഇനി എന്താണ് ചോദ്യം? The lengths of the perpendiculars from any point on the bisector of an angle. ഈ ആംഗിൾ ബൈസെക്ടറിന് എവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് മാർക്ക്, ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്നും ഈ ആംഗിളിന്റെ രണ്ട് സൈഡിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ രണ്ട് പെർപെൻഡിക്കുലറിന്റെയും ലെങ്ത് ഈക്വൽ ആണ് അല്ലെ. സൈഡ്സ് ആർ ഈക്വൽ. യെസ്, അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ റഫ് ഫിഗർ വരയ്ക്കുക. റഫ് ഫിഗർ വരച്ചിട്ട് ABCD ഇവിടെ പേര് കൊടുക്കാം. ഇവിടെ എന്നും ഇവിടെ F എന്നും കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം രണ്ട് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് EFG എന്ന് കൊടുക്കാം. BGE എന്ന് പറഞ്ഞിട്ട് BGF എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇല്ലേ. ഇനി ആ രണ്ട് ട്രയാങ്കിളിനെ നമുക്ക് എടുത്തെഴുതാം. We get two triangles. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ BGE and the triangle BGF. രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ട് ട്രയാങ്കിൾസിലത്തെയും ആംഗിൾസ് എടുത്ത് നമുക്ക് എഴുതാം. ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോ BG ഈക്വൽസ് BG അല്ലെ. രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ സൈഡാണ് BG. അപ്പൊ BG ഈക്വൽ ആണ്. ഇനി ഇവിടെ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആംഗിൾ BEGയും ആംഗിൾ BFGയും ഈക്വൽ ആണ് അല്ലെ. ആംഗിൾ BEG ഈക്വൽസ് ആംഗിൾ BFG. ആംഗിൾ BFG ഈക്വൽസ് 90 ഡിഗ്രി. അതെന്താ പറഞ്ഞിട്ടുള്ളത്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അവിടെ 90 ഡിഗ്രി ആയിരിക്കും അറിയാം. ഇനി അതുപോലെ തന്നെ ആംഗിൾ GBF ഈക്വൽസ് ആംഗിൾ GBE. ഇതിപ്പോ 30 ഡിഗ്രി ഞാൻ എഴുതിയതാണ്. ക്വസ്റ്റ്യനിൽ അവിടെ എത്ര ഡിഗ്രിയാണ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ FBG. ആംഗിൾ FBG ഈക്വൽസ് ആംഗിൾ EBG. ആംഗിൾ EBG. കാരണം എന്താ? ഈ BD എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ BD എന്ന് പറയുന്ന ലൈൻ ഈസ് ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് ദ ആംഗിൾ ABC. ABC എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ് ഈ BD എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ. അപ്പൊ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ആ ആംഗിളിനെ ഡിവൈഡ് ചെയ്യും. ഈക്വൽ ആംഗിൾസ് ആയിരിക്കും അവിടെ എന്ന് അറിയാം. അപ്പൊ അങ്ങനെ അത് കിട്ടി. അപ്പോ ഈ ആംഗിളും ഒരു ട്രയാംഗിൾ ഇതും രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ മറ്റേ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാലോ. ആ 180 നിന്നും ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്ത ആംഗിൾ ആയിരിക്കും ഇവിടെ കിട്ടുക. അത് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി ആംഗിൾ BGF ഈക്വൽസ് ആംഗിൾ BGE. ഈ രണ്ട് ആംഗിളും ഈക്വൽ തന്നെയാണെന്ന് അതും എഴുതാം. ആംഗിൾ BGF ഈക്വൽസ് ആംഗിൾ BGE. രണ്ട് ട്രയാംഗിൾസിന്റെയും 3 ആംഗിൾസും ഒരു സൈഡും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ രണ്ട് ട്രയാംഗിൾസ് therefore the triangles BGE and triangle BGF are equal triangles or congruent triangles ആണ്. കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് ആവുമ്പോ ആംഗിളിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഇത് രണ്ടും അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇത്. അപ്പൊ ഇതിനോട് ഈക്വൽ ആയിട്ട് ഈ ട്രയാംഗിൾ ഏതാ വരാ? ഇത് അല്ലെ. therefore EG ഈക്വൽസ് GF. EG ഈക്വൽസ് GF അല്ലെങ്കിൽ FG അങ്ങനെ എഴുതാം. അപ്പൊ ഇനി എന്താ റീസൺ ചെയ്താ? ഈ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ട്രയാംഗിൾസ് ആയതുകൊണ്ട് സിൻസ് ദ ട്രയാംഗിൾസ് ആർ ഈക്വൽ
the sides opposite to the equal angles are also equal. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. In the picture below, the side AC of the triangle ABC is extended to D by adding the length of the side CB. Then the line through C parallel to DB is drawn to meet AB at E. ഇത് ക്വസ്റ്റ്യൻ, ഇതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് 3 അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് ചെയ്തു വരുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടാ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ട്രയാങ്കിൾ ABC വരയ്ക്കാം. ഇതാണ് ലൈൻ AB. ഇത് C എന്ന് പറയണ വെർട്ടെക്സ്. ഇനി പറഞ്ഞിട്ടുള്ളത് എന്താ, അതിലത്തെ ഈ AC എന്ന് പറയുന്ന ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അത് എക്സ്റ്റെൻഡ് എന്തോരം ചെയ്യണം, അത് തോന്നിയ പോലെ കുറെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണ്ട. ഈ BCയുടെ ലെങ്ത് ആണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ കോമ്പസിൽ നമ്മൾ BC എടുത്തു. അല്ല, ഇത് വരയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ BC എത്രയാണോ ലെങ്ത് അത്ര തന്നെ കറക്റ്റ് വരച്ചു. ഇനി എന്താ, അത്രയ്ക്കായപ്പോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. BCയുടെ ലെങ്ത് എടുത്തപ്പോ ഇവിടെ D എന്ന് പറയുന്ന പോയിന്റ്, അല്ല D അല്ല D. ഇനി ഈ ബിയും ഡിയും കൂടിയിട്ട് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബിയും ഡിയും കൂടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ DB എന്ന് പറയുന്ന ഒരു ലൈനായിട്ട് മാറിയത്. ഇനി പറഞ്ഞിട്ടുള്ളത് then the line through C parallel to DB. ഇനി ഈ DB എന്ന് പറഞ്ഞിരിക്കുന്ന ലൈനിന് പാരലൽ ആയിട്ട് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിയിലൂടെ ഒരു ലൈൻ വരച്ചു ഈ DBക്ക് പാരലൽ ആയിട്ട്. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ആ പോയിന്റ് അത് വന്നിട്ട് ABയിൽ വന്ന് മുട്ടി. ആ ലൈൻ, ഏത് ലൈൻ, പാരലൽ ലൈൻ. ആ പോയിന്റിന് E എന്ന് പേരും കൊടുത്തു. ഇനിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. പ്രൂവ് ദാറ്റ് CE ബൈസെക്ട്സ് ആംഗിൾ C. CE എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലൈൻ ആംഗിൾ Cനെ, ഈ C എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്തിരിക്കുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. മനസ്സിലായില്ലേ? ഇപ്പൊ C എന്ന് പറയുന്ന ആംഗിള് ഒരു 80 ഡിഗ്രി ആണ് എങ്കിൽ ഈ CE കടന്നു പോയപ്പോ അത് 40 ഡിഗ്രി ആയിട്ട് മാറി. അതാണ് ബൈസെക്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ആകെപ്പാടെ അറിയാവുന്ന കാര്യം എന്താ, ഈ രണ്ട് ലൈൻ പാരലൽ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഈ രണ്ട് ലൈൻ പാരലൽ ആയപ്പോ ഈ ഒരു ലൈൻ അതിനെ കട്ട് ചെയ്ത് നോക്ക്. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെയല്ലേ ഇത് ഇരിക്കുന്നത്. ഈ രണ്ട് പാരലൽ ലൈൻസ്, അതായത് CE DB എന്ന് പറയുന്ന CE DB, അങ്ങനെ ഈ രണ്ട് ലൈൻസിനെ ഈ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോ ഉണ്ടായ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത് രണ്ടും, അല്ലെ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഈ ട്രയാങ്കിളിനെ ഒന്ന് നോക്കിയേ. ട്രയാങ്കിൾ BCD എന്ന് പറയുന്ന ഈ ഒരു പുതിയ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ട്രയാങ്കിളിന്റെ BC എന്ന് പറഞ്ഞിരിക്കുന്ന സൈഡ് അതേ ലെങ്ത് തന്നെയാണ് CD. BCയുടെ ലെങ്ത് ആണ് നമ്മളോട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ in triangle BCD, BC equals CD അല്ലെ? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Therefore ഇങ്ങനെ രണ്ട് സൈഡ് ഈക്വൽ ആയി ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഏത് ട്രയാങ്കിൾ BCD? ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡുമാണ് ഈക്വൽ. ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് അർത്ഥം. അപ്പൊ ഇത് നമുക്കൊരു A ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഒറ്റ ആംഗിളും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഇതൊരു A ഡിഗ്രി ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ അത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. എന്താണ്? ആംഗിൾ CBD. ആംഗിൾ CBD ഈക്വൽസ് ആംഗിൾ BDC. അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം എന്താ? ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. രണ്ട് പാരലൽ ലൈൻസിനെ
ഒരു ലൈൻ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ കറസ്പോണ്ടിങ് ആംഗിൾസ് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് എന്ന് പറയും. ഇതിപ്പോ നമ്മൾ A° എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പൊ ഇതും A° തന്നെയായിരിക്കും അല്ലേ. അപ്പൊ അത് നമുക്ക് എഴുതാം. ആംഗിൾ ACE, ആംഗിൾ AC, ആംഗിളിന്റെ പേരൊന്നും എഴുതുമ്പോ തെറ്റിപ്പോവരുത്. ആംഗിൾ ACE ഈക്വൽസ് ആംഗിൾ CDB, ആംഗിൾ CDB. അതിന്റെ റീസൺ എന്തെഴുതും? കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി നോക്കിയേ, ഈ രണ്ട് പാരലൽ ലൈൻസ്, ഇതിന് ഞാൻ വീണ്ടും എടുത്തിട്ട് വരയ്ക്കാം. രണ്ട് പാരലൽ ലൈൻസ്, ഈ രണ്ട് പാരലൽ ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്തിരിക്കുന്നു. അതല്ലേ ഈ ലൈൻ CB എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ. രണ്ട് പാരലൽ ലൈൻസിലെ CB കണ്ടാ. അപ്പൊ ഈ ആംഗിളും അതായത് ഈ ആംഗിളും ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ. അപ്പുറത്തും ഇപ്പുറത്തും എടുക്കുന്ന ആംഗിൾസ്. രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അത് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് ഇടുന്ന എഴുതാം. ആംഗിൾ ECB, ഇത് A° ആണ്. അപ്പൊ ഇതും A° ആണ്. ECB ഈക്വൽസ് ആംഗിൾ DBC. റീസൺ എന്തേതാ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം ഇതിൽ വന്നു. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ? ഇത് ആംഗിൾ ബൈസെക്ടർ ആണ്, CE എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ കണ്ടുപിടിച്ചു വന്നപ്പോ ഇത് രണ്ടും ഒരേ ആംഗിൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ആംഗിൾ ACE, ഇത് ആംഗിൾ ACE ഈക്വൽസ് ആംഗിൾ ECB, കണ്ട, ആംഗിൾ ECB എന്ന് കണ്ടെത്തി. അപ്പോൾ therefore ആംഗിൾ ACE ഈക്വൽസ് ആംഗിൾ ECB. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോ CE is the bisector of angle C. അത് കൺക്ലൂഷൻ, അത് എഴുതാം ലാസ്റ്റ്. കഴിഞ്ഞു. മനസ്സിലായില്ലേ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ് ടു ഡിവൈഡ് an 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ 8 cm ലെങ്ത് ഉള്ള ഒരു ലൈനെ 4:5 എന്ന റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതില് ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചെയ്തതും ഇതും തമ്മിൽ എന്ത് ബന്ധം നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷെ നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ഒരു ട്രയാങ്കിളിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ഒരു ലൈൻ താഴത്തേക്ക്, അതായത് ബോട്ടം സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ ഏത് റേഷ്യോയിലാണോ ഈ ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്തത് ആ സെയിം റേഷ്യോയിലായിരിക്കും ഈ രണ്ട് ട്രയാങ്കിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുകളിൽ നിന്നും വരയ്ക്കുന്ന ലൈൻ ഒരു ബൈസെക്ടർ ആണെങ്കിൽ, ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഈ മറ്റ് രണ്ട് സൈഡുകളുടെ റേഷ്യോയും ഇതിന്റെ കൂടെ തന്നെ ഈക്വൽ ആയിരിക്കുന്നത്. അതായത് ഇതിപ്പോ X സെന്റിമീറ്റർ ആണ് ലെങ്ത്, ഇത് Y സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോ ഇതിന്റെ മൊത്തം ലെങ്ത് Z ആണെന്ന് വിചാരിച്ചു. ഈ ആംഗിൾ ബൈസെക്ടർ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബോട്ടം സൈഡിലേക്ക് എത്തിയപ്പോ ഈ ബോട്ടം സൈഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. ഡിവൈഡ് ചെയ്തപ്പോ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായി. ആ രണ്ട് ട്രയാങ്കിൾസും മറ്റ് രണ്ട് സൈഡുകളുടെ ലെങ്ത്തിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ മറ്റ് രണ്ട് സൈഡുകൾ എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ്. അപ്പൊ X:Y ആയിരിക്കും ഈ രണ്ട് രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയയുടെ റേഷ്യോ. അതിന്റെ ഒപ്പം തന്നെ അപ്പൊ ഇതിന് ഈക്വൽ ആയിരിക്കും റേഷ്യോ ഓഫ് ഏരിയ. മനസ്സിലായില്ലേ? അതും X:Y തന്നെയായിരിക്കും ഏരിയയും. അതുപോലെ തന്നെ ഇതിന് രണ്ടിനും ഡിവൈഡ് ചെയ്തത്, അതായത് ഈ Z എന്ന് പറയുന്ന സൈഡിനെ ഡിവൈഡ് ചെയ്തതും ഈ X:Y എന്ന റേഷ്യോയിൽ തന്നെ ആയിരിക്കും. ഇല്ലേ? പഠിച്ചില്ലേ? ഞാൻ അതൊന്നുകൂടി പറഞ്ഞത് മാത്രം. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനിനെ 4:5 എന്ന് പറഞ്ഞ റേഷ്യോയില് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ മനസ്സിലാവല്ലേ? അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഏത് ലൈനെയാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ആ ലൈൻ ആദ്യം തന്നെ വരയ്ക്കുക. 8 സെന്റിമീറ്റർ ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ലൈൻ. അത് നമ്മൾ ആദ്യം തന്നെ വരച്ചു. ഇനി നമുക്ക് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാനുള്ളത്? 4ഉം 5.
4:5. അപ്പൊ എന്ത് ചെയ്യണം? 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് വരയ്ക്കുക. 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് വരയ്ക്കുക. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അതും തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്ററുമാണ്. ഇനി ഇതിൽ ഈ ടോപ്പ് വെർട്ടെക്സ്, ഇതിനൊരു പേര് കൊടുക്കണ്ട. നമുക്ക് ABC. ഈ സിയിൽ നിന്നും AB-യിലേക്ക് ഒരു ബൈസെക്ടർ വരച്ചാൽ, ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ അത് ഈ രണ്ട് സൈഡുകളുടെ റേഷ്യോയില് ഈ ലൈനെ കട്ട് ചെയ്യും. ഇത് തന്നെയല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നൊരു ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ ആംഗിൾ ബൈസെക്ടർ എങ്ങനെയാ വരയ്ക്കാന്ന് കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? 8ലോ 7ലോ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് ആംഗിളിൽ നമ്മള് കോമ്പസ് കുത്താം. ഇതിൽ കുത്തിയിട്ട് ഇതിന്റെ ആണോ ബൈസെക്ടർ വരയ്ക്കേണ്ടത് വെച്ചെങ്കിൽ ഇതിൽ കോമ്പസ് കുത്തിയിട്ട് ഒരു അളവെടുക്കുക. എന്നിട്ട് ആ അളവില് ഈ ലൈൻ ഈ സൈഡിന് കട്ട് ചെയ്യുക, ഈ സൈഡിൽ കട്ട് ചെയ്യുക. സെയിം അളവിലായിരിക്കണം കേട്ടോ, അളവ് മാറിപ്പോയി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി ഈ പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക, ഈ പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുക. മനസ്സിലായ? എന്നിട്ട് ഈ സിയിൽ നിന്നും ഈ കിട്ടിയ പോയിന്റിലൂടെ ഈ കട്ട് ചെയ്ത് രണ്ട് ആർക്കുകൾ തമ്മിൽ കട്ട് ചെയ്ത ആ പോയിന്റിലൂടെ ഈ ലൈനിലേക്ക് വരച്ചാൽ അത് ഒരു ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അങ്ങനെ ഒരു ആംഗിൾ ബൈസെക്ടർ നമ്മൾ വരച്ചപ്പോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഡി എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈന് നമ്മളിപ്പോ 4:5 എന്ന റേഷ്യോയിൽ നമ്മള് ഡിവൈഡ് ചെയ്തു. മനസ്സിലായി? ഈസി അല്ല. അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏത് ലെങ്തിനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് താഴെ വരയ്ക്കണം, ബോട്ടം സൈഡ് ആയിട്ട് വരയ്ക്കണം. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത് വെച്ചാൽ അത് സൈഡ് ആക്കിയിട്ട് രണ്ട് സൈഡ് വരയ്ക്കുക. എന്നിട്ട് ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ചോദ്യം, ക്യാൻ യു യൂസ് ഇറ്റ് ടു ഡിവൈഡ് ആൻ 8 centimeters ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4? ഹൗ? ഇനി ഇതേ മാർഗം ഉപയോഗിച്ചിട്ട് ഒരു 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈന് 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഹൗ? എങ്ങനെ? അപ്പൊ എന്ത് ചെയ്യണം? ഏത് ലെങ്തിനെയാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അത് നമ്മൾ വരയ്ക്കണം, ബോട്ടം സൈഡ് ആയിട്ട് വരയ്ക്കണം. 8 സെന്റിമീറ്റർ 3:4 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ആ 3ഉം 4ഉം വേണം നമുക്ക് ഈ രണ്ട് സൈഡായിട്ട് വരയ്ക്കാൻ. അപ്പോഴാണ് ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ വരയ്ക്കും. 4 സെന്റിമീറ്റർ എടുത്തിട്ട് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടില്ല. മനസ്സിലായ? 3ഉം 4ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാ? 7 ആണ് കിട്ടുക. ഒന്നുകിൽ ഈ അളവ് തന്നെ, എന്താ പറയാ, ഈ ലെങ്ത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഇതിനേക്കാളും മേലെ കിട്ടണം മറ്റ് രണ്ട് സൈഡുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ. എങ്കിൽ അതായത് ചെറിയ ഒരു ട്രയാങ്കിളിന്റെ ചെറിയ രണ്ട് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ എന്താ പറയാ വലിയ സൈഡിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഗ്രേറ്ററോ ആവണം ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മ്. എങ്കിൽ മാത്രമേ ആ മൂന്ന് അളവുകൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8, 3 and 4 ആണ്. അപ്പൊ ഇതിന്റെ സ്മോളർ ലെങ്ത്തുകൾ എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 ആണ്. 7 8നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് ഈ അളവ് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 3ഉം 4ഉം മറ്റ് രണ്ട് ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് സൈഡുകളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. 3:4 എന്ന റേഷ്യോയിലാണ് മറ്റ് രണ്ട് സൈഡുകളും വരേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 3:4 എന്ന് പറയുമ്പോൾ അത് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും ലോവസ്റ്റ് ഫോമിലേക്ക് ആയിരിക്കും റേഷ്യോ എഴുതിയിട്ടുണ്ടാവുക. ഈ രണ്ട് നമ്പറിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത 6, ഇതിനെ 2 കൊണ്ട് തന്നെ അപ്പൊ അടുത്ത നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് 8 ആയി മാറും. 6ഉം 8ഉമായി മാറി നമ്മുടെ നമ്പർ. മനസ്സിലായി? ഇതിന്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല എന്ന് മാത്രം, ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 6ഉം 8ഉം എടുത്തിട്ട് നമുക്ക് വരച്ച് നോക്കാം. അപ്പൊ 6 സെന്റിമീറ്റർ ഇവിടെ കുത്തി 6 സെന്റിമീറ്റർ വരച്ചു, ഇവിടെ കുത്തിയിട്ട് 8 സെന്റിമീറ്റർ വരച്ചു. അങ്ങനെ റേഷ്യോയില് ചേഞ്ച് വരാതെ നമ്മൾ ട്രയാങ്കിൾ വരച്ചു. അപ്പൊ 6:8 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 3:4 തന്നെയാണ്. അതിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6ഉം 8ഉം വീതം വരുന്ന വരച്ചു, ട്രയാങ്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും വെറുതെ ഒരു ലൈൻ വരച്ചാൽ പോരാ, ആംഗിൾ ബൈസെക്ടർ ആയിരിക്കണം. അപ്പോഴാണ് മറ്റ് രണ്ട് സൈഡുകളുടെ റേഷ്യോയില് ഈ ലൈനിനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ നമ്മൾ എങ്ങനെയാ വരയ്ക്കാന്ന് പറഞ്ഞേ? ഒരു കോമ്പസിൽ ഒരു അളവെടുക്കുക. ഇത്ര അളവൊന്നുമില്ല, ഒരളവെടുത്തിട്ട് രണ്ട് ഭാഗത്തും ആർക്ക് വരച്ചു. എന്നിട്ട് ഈ കിട്ടിയ പുതിയ പോയിന്റ്സ്, 2 പോയിന്റ്സ് കിട്ടി. ആ പോയിന്റ്സിൽ കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് വരയ്ക്കുക. ഇങ്ങനെ പോകും. ഇതിൽ നിന്നും നേരെ ഇതിലൂടെ ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പോ 6:8. 6:8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുതാക്കുമ്പോൾ 3:4 എന്ന രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തു. മനസ്സിലായില്ലേ?